നിങ്ങളെ ദേശത്ത് നിർത്തുകയില്ലെന്നോ, നിങ്ങളിനി നന്മ അനുഭവിക്കുകയില്ലെന്നോ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹം വരത്തില്ലെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്വവും പദ്ധതിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഓടിക്കാൻ ആർക്കും പറ്റുകയില്ലെന്ന് മാത്രമല്ല, ആരൊക്കെ നിങ്ങളുടെ പേര് നാട്ടിൽ നിന്ന് മായ്ച്ചു കളയുവാൻ പദ്ധതി ഉണ്ടാക്കിയാലും അതിന് നടുവിൽ നിങ്ങളുടെ പേര് മാറ്റാൻ നോക്കുന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വേര് ദൈവം ഉറപ്പിക്കാനായി ആഗ്രഹിക്കുക. യോസേഫ് ദർശനമുള്ള മനുഷ്യനായിരുന്നു. ദൈവം ബാല്യപ്രായത്തെ ദർശനം നൽകി. പക്ഷെ അവന്റെ പേര് തന്നെ ഇല്ലാതാക്കുവാനും അവനെ നശിപ്പിച്ചു കളയുവാനും ഇനിയും അങ്ങനത്തെ ഒരു ഓർമ്മയെ ഉണ്ടാകാതെ വണ്ണം അവന്റെ സഹോദരങ്ങൾ തന്നെയാണ് ശത്രുക്കളായി അക്കാലത്ത് പ്രവർത്തിച്ചത്. എന്നാൽ ദൈവം അവനെ ഉറപ്പിച്ചു. ഒടുവിൽ ദൈവം അവന് അഭിവൃദ്ധി നൽകി വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ സഹോദരങ്ങൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ അവന്റെ പിതാവായ യാക്കോബ്, യോസേഫിന്റെ പിതാവായ യാക്കോബ് സഹോദരങ്ങളെ, മക്കളെല്ലാം ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞൊരു വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിന് അരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അടുത്ത കേട്ടോണം, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു, അവന്റെ വില്ലുറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. അപ്പോൾ യാക്കോബ് യോസെഫിനെ കുറിച്ച് അനുഗ്രഹിച്ചു പറയുക, അവൻ മതിലിന്റെ മേൽ പടർന്നിരിക്കുകയാണ്, അവന്റെ കൊമ്പുകൾ മതിലിൽ പടരുകയാണ്, ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. പക്ഷെ അവനെ വിഷമിപ്പിച്ചു, വില്ലാളികൾ അവനെതിരെ എയ്തു. അപ്പൊ അവന്റെ വില്ല് ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ദൈവിക പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ചുവട് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുന്നവരാണെങ്കിൽ, നിങ്ങളെ ആരൊക്കെ വിഷമിപ്പിച്ചാലും, നിങ്ങളെ ആരൊക്കെ പറിച്ചു കളയുവാനും അസൂയപ്പെട്ട് ഓടിച്ചു കളയാനും പ്ലാൻ ചെയ്താലും അത് നടക്കില്ല. ദൈവം നിങ്ങളെ നിർത്തും. ഓടിച്ചു കളയുമെന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചു നിന്നോ, ദൈവം വേര് ഉറപ്പിക്കും. ആമേൻ പറഞ്ഞേ. ആമേൻ. ദൈവം വേര് ഇളക്കുന്നവനല്ല, നിങ്ങൾ ദൈവമക്കളുടെ വേര് ഉറപ്പിക്കുന്നവനാണ്. സൻബല്ലത്തും തോബിയാവും ഒക്കെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. നെഹമ്യാവിന്റെ ദൈവപ്രവൃത്തിയെ തടയുവാൻ വേറൊന്നുമല്ല, യെരൂശലേമിന്റെ മതിലിന്റെ പണിയാണ് നെഹമ്യാവ് ചെയ്തത്. തന്റെ ജനത്തെ കൂട്ടി ആരാധനയ്ക്കായി കൂട്ടുകയാണ്. പക്ഷേ മറ്റ് ജാതിക്കാർ പറയാണ്, ഇവനെ ഓടിച്ചു കളയണം, ഇവനെ നശിപ്പിച്ചു കളയണം, ഇവൻ എന്ത് ചെയ്താലും നടക്കാൻ പോകുന്നില്ല, ഇവിടെ ഒരു പണിയും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ കെട്ടുപണികളൊക്കെ കണ്ട് ഭീതി പൂണ്ടവരും അസൂയ പൂണ്ടവരും ഒക്കെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി ഓടിച്ചു കളയാൻ, ഉപദ്രവിച്ച് ഓടിച്ചു കളയാൻ നോക്കും. നിങ്ങൾ ഓടണ്ട, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. നെഹമ്യാവ് പറയുകയാണ്, നെഹമ്യാവിന്റെ പുസ്തകം 2:20 പറയുക, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. ആ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വന്നാൽ അത് പ്രാർത്ഥിക്കുന്നവന് പറയാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം പറയണം, യേശുവിന്റെ നാമത്തിലൂടെ നിൽക്കും, ദൈവം എൻ്റെ കാൽ ചവിട്ടുന്ന ദേശം എനിക്ക് തരും, ഞാനിവിടുന്ന് ഓടുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം എന്നെ ഉറപ്പിച്ചിവിടെ നിർത്തും. ആമേൻ. അപ്പം നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തി. കാലങ്ങളായി ഇടിഞ്ഞു കിടന്ന യെരൂശലേമിന്റെ മതിലിനെ 52 ദിവസം കൊണ്ട് 2 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവം പണി തീർക്കുവാൻ ദൈവം സഹായിച്ചു. അതെ, ദൈവം നിങ്ങളുടെ കെട്ടുപണികളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ശുഭത വരുത്തും, ശുഭപര്യവസാനങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ അനർത്ഥങ്ങളിലേക്കും അപകടങ്ങളിലേക്കും നാശത്തിലേക്കും പോയി പൂർത്തീകരണം കാണാതിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് കർത്താവിനെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായതുകൊണ്ട്, ദൈവത്തിന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് പൂർത്തീകരണങ്ങൾ തരും. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ദാനിയേലിനോട് അസൂയപ്പെട്ടിട്ടാണ് സിംഹക്കുഴി ഇട്ട് കളയാനായിട്ട് രാജാവിന്റെ അടുക്കൽ നിന്ന് കൽപ്പന വാങ്ങിയത്. അസൂയാലുക്കളായ കൂട്ട് ജോലിക്കാർ, ഉദ്യോഗസ്ഥരാ, കൂടെ ജോലി ചെയ്യുന്നവരാ. പക്ഷേ ഒടുവിൽ സംഭവിച്ചത്, ദാനിയേലിനെ കൊല്ലാൻ ശ്രമിച്ചത്, ദാനിയേൽ രക്ഷ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ദാനിയേലിനെ കൊല്ലാൻ പദ്ധതിയിട്ടവൻ അതേ സിംഹത്തിന്റെ വായിൽ അകപ്പെട്ട് മരണത്തിലേക്ക് പോവുകയുണ്ടായി. അവന്റെ പേര് മാഞ്ഞുപോയി. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ
ഒടുവിലത്തെ വാക്യം വായിക്കുന്നത്. ദാനിയേൽ പാർസി രാജാവായ കോരശന്റെ കാലം വരെയും ശുഭപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഓടിച്ചു കളയും, പേരില്ലാതാക്കും, നാമാവിശേഷമാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? 83 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അതിനെ മുടിച്ചു കളക, അവരുടെ പേരിനി ആരും ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. ആമേൻ. ഇസ്രായേലിന്റെ പേര് ഇനി ലോകത്തിൽ കാണരുത്. എത്രയോ കാലങ്ങളായിട്ട് ഇത് 83 സങ്കീർത്തനത്തിലെ വാക്യമാണ്. അതിനു മുമ്പ് എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു പേരില്ലാതാക്കാൻ നോക്കുന്നുണ്ട്. ഇന്നും 2026 നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഇന്നും ഇസ്രായേലിനെ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം, ഒരു നേഷൻ ആകാതെ വണ്ണം തകർക്കാനായി ആരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം അതിനനുസരിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 20 അധ്യായത്തിൽ യഹോശാഫാത്തിനെതിരെ 3 ജാതികൾ, 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെ നശിപ്പിക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവമുഖം അന്വേഷിച്ചപ്പോൾ ആരൊക്കെ അവരെ നശിപ്പിക്കാനും ചിതറിക്കാനും വന്നു, അവർ ചിതറി ഓടുവാനിടയായി. ദൈവം യഹോശാഫാത്തിനെ ഉറപ്പിച്ചു. ആമേൻ. ദൈവം നന്മകൾ നൽകി ആദരിച്ചു. സഹോദരങ്ങളെ, ദൈവത്തെ മുറുകെ പിടിച്ചാൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഉപവസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ വഴി തേടുന്നവരാണെങ്കിൽ നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളെ ഓടിക്കാൻ നോക്കുന്നവർ ഓടുകയുള്ളൂ, നിങ്ങൾ ഓടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ സന്ദേശം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ദൈവം നിങ്ങളെ ഉറപ്പിക്കും. നിങ്ങളുടെ വേര് പറിച്ചു കളയുന്ന പിശാച് നോക്കിയാലും, നിങ്ങളെ പേരില്ലാതാക്കുമെന്നും ഒക്കെ പിശാച് പദ്ധതി ഇട്ടാൽ, ശത്രുക്കൾ പദ്ധതി ഇട്ടാലും നിങ്ങൾ പേടിക്കണ്ട. ദൈവം നിങ്ങളുടെ വേരിനെ ഉറപ്പിച്ചു തരും. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ വചനങ്ങളെല്ലാം സ്വീകരിച്ചതിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉദ്ദേശവും പദ്ധതിയും അവിടുത്തെ കയ്യിലായിരിക്കുന്നു. അവിടുത്തെ കയ്യിലാണ് ഞങ്ങളുടെ കർത്താവെ രേഖയിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. ഞങ്ങളെ നീ പണിയും. ഈ വചനം കേൾക്കുന്ന കർത്താവ് അവിടുത്തെ മക്കളെ, അവിടുത്തെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ പേരില്ലാതാക്കുവാൻ, അവരെ വേരുറപ്പിക്കാതെ വണ്ണം ഓടിച്ചു കളയാൻ നോക്കുന്ന സകല ശത്രുവിന്റെ തന്ത്രങ്ങളും മാറിപ്പോകട്ടെ. കർത്താവെ, ദൈവം ദേശങ്ങൾ ഉറപ്പിക്കണമേ, നന്മകൾ നൽകി ഉറപ്പിക്കണമേ. ആമേൻ. വീണ്ടും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി യോസേഫിനെ ഉറപ്പിച്ചതുപോലെ നീ ഉറപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പുതിയ അടയാളങ്ങളെ കർത്താവ് ചെയ്യും. വലിയ ദൈവപ്രവൃത്തികളാൽ ദൈവം ഉറപ്പിക്കാൻ പോകുന്നതിനായി നന്ദി. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ദൈവികമായ ഇടപെടൽ മറ്റുള്ളവർ കാണുകയെ, പരിഹസിച്ചവർ കാണുകയെ, ഓടിക്കാൻ നോക്കിയവർ കാണുകയെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ വിക്ടോറിയസ് ഡേ.